ഹലോ, ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് പഠിക്കാം. ഈ എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. ഇത് ചെയ്യാൻ ശരിക്കും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പാടാൻ തോന്നും. പക്ഷെ ഞാനത് കുറച്ച് ഈസി ആയിട്ട് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ചെറിയ സിമ്പിൾ പൂവ് ഉണ്ടാക്കാനാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നല്ല കളർ മേടിച്ച് സിമ്പിൾ പൂവ് ഉണ്ടാക്കിയാൽ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് വരും. അത്ര വലിയ പഠിത്തം ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് സൂചി നൂലും കയറ്റി ഇങ്ങനെ ഇറക്കി എടുക്കാൻ അറിയാവുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എംബ്രോയ്ഡറി. പുറത്ത് കൊടുത്ത് ഞാൻ നല്ല പൈസ ആവുകയും ചെയ്യും. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വരുന്നത് വരട്ടെ, ശരിയാവുമെങ്കിൽ ശരിയാവട്ടെ എന്ന് ഓർത്തിട്ട് മാത്രം ചെയ്തതാണ്. എനിക്ക് നമുക്കൊരു ഇഷ്ടം ഉണ്ടായാൽ മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. ഇതേ കണ്ടോ, ആ പൂ ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി നോക്കണ്ട. ഇനി ഇച്ചിരി പാടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മൊട്ട് പോലെ അതിനകത്ത് ഇത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ആകെ ഇച്ചിരി പാടുള്ളതുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് ആകെ വേണ്ടത് നമുക്ക് ഇഷ്ടം ഉണ്ടാകുക എന്നുള്ളത് മാത്രം മതി. ഈ മുട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സൂചി നന്നായിട്ട് അതിൽ ചുറ്റി എടുക്കുക. ഒരു 4 ചുറ്റെങ്കിലും ചുറ്റണം. സൂചി അതിനോട് ചേർത്ത് പിടിക്കാൻ പരമാവധി നോക്കണം. ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ തന്നെ താഴേക്ക് കുത്തി ഇറക്കണം. അത്രേ ഉള്ളൂ ശരിക്കും മുട്ടുണ്ടാക്കാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. 1-2 പ്രാവശ്യം കൊണ്ട് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ ആർക്കും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര ഈസിയാണ്. ഈ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇത് വയ്ക്കുന്ന ആ ഹൂപ്പ് ഉണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. അല്ലാതെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് തുണി ചുളിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി ടഫാണ്. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഈസി ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ എംബ്രോയ്ഡറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.